മാതാവേ, നിന്റെ മായാപ്രഭാവം അത്ഭുതം തന്നെ. കാലവും കണക്കും കൂട്ടിയുള്ള വരവ്. മാഗധന്മാർ മദ്യലഹരിയിൽ മറന്നാടുന്ന സമയം ഞാൻ തീർത്തു. കഴുത്തറത്തവനെ, കാളിയനെ, ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരം. ഓ, എന്തൊരാനന്ദമാണെന്നോ! ഇത് കലിയൊഴിഞ്ഞു പോയ കാട്ടുഗഹ്വരം. ഈ രാത്രിയിൽ നാം ഇവിടെ വസിക്കുന്നു. പുലരിയിൽ പുറപ്പെടാം മഹാവതിയിലേക്ക്. ഇനി ജ്യേഷ്ഠനുള്ള അവസരങ്ങളാണ്. ഉപവാസം കഴിഞ്ഞുള്ള സാമന്തന്റെ മനസ്സും തെറ്റിദ്ധരിച്ചതിൽ പശ്ചാത്തപിക്കുന്ന മാഗധന്റെ മനസ്സും മറ്റൊരു മഹായുദ്ധത്തിന് തുടക്കം കുറിക്കും. ശമന്തപഞ്ചകത്തിലെ യുദ്ധഭൂമി അതിനുവേണ്ടി കാത്തുകിടക്കുന്നു. എതിർത്തു പറയരുത് അവിടുന്ന്. മുടങ്ങിപ്പോയ അഭിഷേകം, അതാണിനി ആദ്യം നടക്കേണ്ടത്. നമ്മൾ ഇരുവരും ഒരുമിച്ച് നിന്ന് സംരക്ഷിക്കാനുള്ളപ്പോൾ മഹാവതിക്ക് എന്തിനു മറ്റൊരു ഭരണാധികാരിയെ? മുൻജന്മത്തിൽ യാദവന്മാരെ മുഴുവൻ ഗദാപ്രഹരത്തിലൂടെ ഇല്ലാതാക്കി ആദ്യം മടങ്ങിയത് അവിടുന്ന്. ഇക്കുറി മറിച്ചാണ്. അങ്ങ് നോക്കി നിൽക്കെ ഞാനായിരിക്കും സ്വധാമത്തിലേക്ക് ആദ്യം മടങ്ങുക. ഉദയസിംഹ, നീ പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ? ഞാനുണ്ടോ പിന്നെ ഇങ്ങനെ? അങ്ങേക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ടാകും. അതങ്ങേ ഏൽപ്പിച്ചിട്ടേ ഞാൻ മടങ്ങും. സ്വർണവതിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണ്ടേ? കാത്തിരിക്കുന്നുണ്ടാവും ഈ വരവും പ്രതീക്ഷിച്ച്. സമുദ്രദേശത്തെ സ്ത്രീകളുടെ സംസ്കാരമാണ്. അവർ മുഖപടം മാറ്റി ആദ്യം കാണുന്ന പുരുഷനെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കൂ, അതാരായാലും. ഉദയസിംഹ, എന്തേ? എല്ലാം അറിഞ്ഞവൻ നീ, എല്ലാം അറിയുന്നവൻ നീ. പൂർവജന്മത്തിൽ എനിക്കെന്തേ ഒരു സന്തതി ഉണ്ടായില്ല? ഈ ജന്മത്തിലും എനിക്കതിനുള്ള ഭാഗ്യമില്ലേ? ജ്യേഷ്ഠ, അനന്തപത്നി നാഗലക്ഷ്മിയുടെ പുനരവതാരം ചാക്ഷുഷ മന്വന്തരത്തിലെ മനുപുത്രി ജ്യോതിഷ്മതി. അവൾ കാമമോഹിതനായ ഇന്ദ്രനെ ഒരിക്കൽ ശപിച്ചു. നീ നിന്ദ്യനായി തീരട്ടെ, നിന്റെ പത്നി അന്യരാൽ അപഹരിക്കപ്പെടട്ടെ. തിരിച്ചു ശപിച്ചു ഇന്ദ്രന്. ഏത് ബലവാന്റെ പത്നിയായാലും നിനക്ക് സന്തതി ഉണ്ടാകാതെ പോകട്ടെ എന്ന്. ആ ജ്യോതിഷമതിയാണ് പൂർവജന്മത്തിലെ ബലരാമന്റെ പത്നി രേവതി, ഈ ജന്മത്തിലെ സ്വർണവതി. നാരായണന്റെ ശയ്യാവലംബിയായ അനന്തന്റെ പ്രിയപത്നി നാഗലക്ഷ്മി, നാഗസുന്ദരി. ഇന്ദ്രശാപം തീർത്താൽ തീരാത്ത ശാപമല്ലെന്ന് കരുതിക്കോളൂ. ഈ രാവ് വേണ്ടുവോളം സ്വപ്നങ്ങൾ കൊണ്ട് നിറച്ചു.